3 മണിക്ക് വരും എന്ന് പറഞ്ഞ് പറ്റിച്ച 2 ടീമിനെ കാത്ത് നിൽക്കുന്ന നിപ്പാണിത്. അങ്ങനെ 4 മണിയായപ്പോഴത്തേക്കും ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി പരിപ്പുവട. ഞാൻ പരിപ്പുവട ഫാൻ അല്ല കേട്ടോ, പക്ഷേ ഈ പരിപ്പുവട ഒരു രക്ഷയില്ല ഗൈസ്. ന്യൂ സ്പോട്ട് കണ്ടെത്തിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൗണിലെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. ആമിൻ്റെ ബർത്ത്ഡേ ആണ്, ഒക്കെ ഡ്രസ്സ് എടുക്കലാണ് പരിപാടി. അങ്ങനെ സീഷലിൽ കയറി നല്ലൊരു ചായയും കുടിച്ച് ഒരു ഹണി കേക്കൊക്കെ വാങ്ങി. അപ്പോൾ ഷാഫിയും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നതിൻ്റെ പേടിയാണ് ചിന്നുവിൻ്റെ മുഖത്ത് കാണുന്നത്. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഗോകുലം മാളിലേക്കാണ്. ആമിക്ക് പ്രിൻസസ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത് തരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഓക്ക് പറ്റിയതുമായിട്ട് ഒറ്റ ഡ്രസ്സും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കസവ് കേന്ദ്രയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോ പിടിച്ച് നമ്മൾ കസവ് കേന്ദ്രയിലേക്ക് പോവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നിന്നും കിട്ടിയില്ല. ഇനി നമ്മൾ ചെറുട്ടി റോട്ടിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറുട്ടി റോട്ടിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഈ ഷോപ്പ് പോകുമ്പോൾ എപ്പോഴും പ്രിൻസസ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നത് കൊണ്ട് അവിടെ നിന്ന് കിട്ടിയില്ല. തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ട് പ്രിൻസസ് ഡ്രസ്സ് അല്ല എന്നാലും ഒപ്പിക്കാം. പിന്നെ ബീച്ചിൽ പോയി നല്ലൊരു സ്വീറ്റ് കോണും വാങ്ങി ആമിക്കൊരു ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആമിക്ക് ടോയ്സും വാങ്ങിക്കൊടുത്ത് നേരെ സിത്തുവിനെ ഹോസ്റ്റലിൽ പോയി കൂട്ടി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ സിത്ത് കണ്ടുപിടിച്ച ഒരു സ്പോട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ആദ്യം കുറച്ച് ചായയും കടികളൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അവിടെ നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ നെയ് റോസ്റ്റും ചിന്നു മസാല ദോശയൊക്കെ പറഞ്ഞ് ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ, വെരി വെരി ടേസ്റ്റിയാണ്. അതിൻ്റെ പുറം ഒരു ബ്രൗണിയും കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ പോവാണ്.